അപ്പോൾ ടീ ബാഗൊക്കെ ഇങ്ങനിട്ടു. കുറച്ച് നേരമായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് പാലോട് വെച്ചേക്കാം അല്ലേ. അപ്പം നല്ല കടുപ്പമുണ്ട് കേട്ടോ, നല്ല കടുപ്പമുണ്ട്. രാവിലെ ഇങ്ങനെ നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ മുട്ടയും ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ സ്പൂൺ എടുക്കട്ടെ. നമ്മുടെ സാമ്പാർ വട വേണം ആർക്കെങ്കിലും. എന്താ അതിനകത്ത് കിടന്ന് ഇനി ഞാൻ ഈ ചായ ഉണ്ടല്ലോ ഈ കപ്പിനകത്തോട്ട് ഇങ്ങനെ അരിച്ചെടുക്കും. എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ പിടിച്ചെടുത്തിട്ട് അയ്യോ എന്താ പറയാ, എൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഷുഗറൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഷുഗർ ഇട്ടോണം. എനിക്ക് ഷുഗർ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഷുഗർ ഇടുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറുകൾ ഇങ്ങനെ ഇറങ്ങി നല്ല കടുപ്പമുണ്ട്. നമുക്ക് മുട്ട ഓഫ് ചെയ്തേക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി മുട്ട അവിടെ ഇരിക്കട്ടെ. ചായ ഇനി അത് കുടിച്ചിട്ട് തന്നെ കാര്യം അല്ലേ, കുടിച്ചിട്ട് തുറന്ന് കിടക്കും. അപ്പോൾ നമ്മുടെ സാമ്പാർ വടയും ഇനി ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കഴിക്കാം അല്ലേ. ഇനി മിക്കവാറും ഉച്ചയ്ക്കായിരിക്കും ഞാൻ പുട്ട് കഴിക്കും. അപ്പോൾ ഈ സാമ്പാർ വട ഇരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് സാമ്പാർ വട ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു തൽക്കാല ആശ്വാസം. അല്ലേ, നിങ്ങളൊക്കെ രാവിലെ എന്നാ കഴിച്ചു? എന്തായിരുന്നു നിങ്ങൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റും? ഇപ്പോൾ എല്ലാവരും ലഞ്ചും കഴിച്ച് ചായയും കുടിച്ച് വേണം അപ്പോൾ അല്ലേ. ഞാൻ പുട്ടും പഴവും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു രാവിലെ പ്ലാൻ ചെയ്ത് വന്നത്. അപ്പോഴാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിച്ചത്, മുട്ടക്കറി വെച്ചിട്ട് ഒത്തിരി നാളായല്ലോ, നമുക്കൊരു മുട്ടക്കറിയും വയ്ക്കാം, പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പക്ഷേ ഈ കറി കൂട്ടി ഇത് പുട്ട് കഴിക്കുന്നതിലും എനിക്കിഷ്ടം പഴം കൂട്ടി കഴിക്കുന്നതാണ്. പക്ഷെ പഴം ഇല്ലാതായിട്ട് കുറേ ദിവസമായി. കടയിൽ പോകാനും ഒന്നും പറ്റിയില്ല. പിന്നെ പോയപ്പോൾ മറന്നും പോയി. അതാണ്. ഇനി ഇന്ന് കടയിലൊന്ന് പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്, ഞാൻ അതൊക്കെ വാങ്ങണം. അത്യാവശ്യം കുറേ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കടയിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഈ സാമ്പാർ കൂടെ കഴിച്ചിട്ടുണ്ടോ? പിന്നെ നമ്മുടെ പരിപ്പ് വട കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നല്ലോ, അത് ഉപ്പ് കൂടിപ്പോയായിരുന്നു. ഭയങ്കര ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറച്ചെണ്ണം 5-8 ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ച് അതിങ്ങനെ എന്നാലും നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ ഓരോന്നെടുത്ത് ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോഴത്തേനും എടുത്ത് കഴിക്കും കേട്ടോ. എന്നാലും ഒരു രക്ഷയില്ല, ഭയങ്കര ഉപ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ചെയ്യണമെന്നറിയാവോ, കുറച്ച് രസം ഉണ്ടാക്കിയിട്ട്. അപ്പം നമ്മുടെ മല്ലിയില ഉണ്ടോന്ന് നോക്കട്ടെ. ഓ, മല്ലിയില ഇല്ല, ഇരുന്ന് അഴുകിപ്പോയി. അപ്പോൾ കുറച്ച് രസം മല്ലിയില ഇല്ലേലും സാരില്ല, പക്ഷെ മല്ലിയില വേണമായിരുന്നു. നോക്കട്ടെ, കടയിൽ
പോകുമ്പോൾ മേടിക്കാൻ പറ്റിയതിൽ ഇതേ തക്കാളി എല്ലാം ഇരുന്ന് കേടായിപ്പോയി. ഞാനിതൊന്നും ചെയ്യാതെ ഇരുന്നെല്ലാം കേടായിപ്പോയി. ഇതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. എടുത്ത് പിന്നിലേക്കിടുക, കഷ്ടം. പിന്നെ അപ്പോൾ ഇന്ന് കടയിൽ പോയിട്ട് മല്ലിയില വാങ്ങിക്കണം. പിന്നെ നമ്മുടെ ഓയിലൊക്കെ തീർന്നു പോയായിരുന്നല്ലോ, അപ്പോൾ അത് വാങ്ങണം. പിന്നെ ടൊമാറ്റോ വാങ്ങണം. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ രസം ഉണ്ടാക്കിയാൽ ചോറിനും ഒരു കറിയാകും. പിന്നെ നമ്മുടെ വട കളയാതെ നമുക്ക് ആ രസത്തിനകത്തേക്കിട്ട് രസത്തിന് ഉപ്പും ആദ്യം ഒഴിക്കണ്ട, ഉപ്പ് തീരുന്നുണ്ടല്ലോ. അപ്പോൾ രസം ഉണ്ടാക്കിയിട്ട് ഉപ്പ് കുറച്ച് ആയിട്ട് എന്നിട്ട് ഈ പരിപ്പോടെ എടുത്ത് അതിലേക്ക് ഇടുക. അപ്പോൾ അതവിടെ ഇരുന്ന് കുതിർന്ന് രസത്തിനകത്ത് കിടന്ന് കുതിർന്ന് നമ്മുടെ രസവട ഉണ്ടാക്കാം. നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു സ്പെഷ്യലാണല്ലോ രസവട. തിരുവനന്തപുരത്തോട്ടൊക്കെ ചെന്നാൽ തട്ടുകടയിൽ എല്ലാം രസവടയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അവരുടെ ഒരു സ്പെഷ്യലാണ്. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച് ആശ്വാസമായിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം കളയേണ്ടി വരുമല്ലോ എന്നോർത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചായയും തിളച്ചു. 2 ടീ ബാഗ് ഇടണ്ടായിരുന്നല്ലേ, നല്ല കടുപ്പമുണ്ട്. ഇതാ ഇനി ഞാൻ ഈ കപ്പിനകത്തേക്ക് ഇത് അരിച്ചെടുക്കട്ടെ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ഏലക്കായുടെയും ഇഞ്ചിയുടെയും അല്ല. അപ്പം ഇങ്ങനെ അരിച്ചെടുത്ത് ഞാൻ വരുന്നേ, ഒരു മിനിറ്റ്. എന്നിട്ട് നമുക്ക് ഇത് കപ്പിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് എടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതെന്താ അതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒന്ന് ആറ്റിയിട്ട് ഇങ്ങനെ പതപ്പിച്ച് കുടിക്കുമ്പോഴേ ഒരു പ്രത്യേക ഓക്കെ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ? ചായ കുടിക്കട്ടെ ഞാൻ. ഒരു 1.5 കപ്പ് ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ തരാം. ഇതെല്ലാം ചായ വേണം, ഞാനൊന്ന് തുടച്ചെടുക്കട്ടെ. ഓക്കെ, എവിടെ നോക്കിയാലും മുടിയാണ്, എവിടെ നോക്കിയാലും എൻ്റെ മുടികളാണ് കാണുന്നത്. എൻ്റെ മുടി മുഴുവൻ പൊഴിയുക. എന്നാൽ തലയിൽ അതിന് മാത്രം മുടിയുണ്ടോ? അതുമില്ല. പക്ഷേ മുടി പൊഴിയുന്നത് കണ്ടാൽ ഇത് എവിടെ നിന്ന് വരുന്നു ഈ മുടി എന്ന് വിചാരിക്കും. പിന്നെ ഓരോരുത്തരുടെയും ടിപ്സൊക്കെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 ദിവസം ഇങ്ങനെ ഈ മുട്ട തേച്ചായിരുന്നു കേട്ടോ. 1-2 ദിവസം തേച്ചു. പിന്നെ ജലദോഷവും തലവേദനയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. എന്ത് ചെയ്തുണ്ടോ മുടി ഒട്ടും മുടിയില്ല. പക്ഷേ മുടി എവിടെ നോക്കിയാലും ഫ്ലോറിൽ ഹൂവർ ചെയ്യുമ്പം ആ ഹൂവറിൻ്റെ ആ ബ്രഷിൽ കാണും ഒരു കെട്ട് മുടി. പിന്നെ അതൊന്ന് എടുത്ത് കളയുന്നത് ഒരു വലിയ പണിയാണ്. അത് അങ്ങനെ ആ ഹൂവറിൽ പിടിക്കും ഇങ്ങനെ മുടി മുഴുവൻ. എന്നിട്ട് അത് എടുത്തെടുത്ത് ഇങ്ങനെ കളയാൻ അതൊരു രസമാണ് കേട്ടോ, ആ മുടി ഇങ്ങനെ എടുത്തെടുത്ത് കളയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചായ കുടിക്കട്ടെ. ഇനി പതുക്കെ മതിയല്ലോ, ഞാൻ ഈ സാമ്പാറോടെയൊക്കെ കഴിച്ച് സായുജ്യം അടയാം.
ചൂടാക്കിയതായിരുന്നു, പക്ഷെ തണുത്തു പോയി. ഇവിടെ എന്ത് സാധനം വെച്ചാൽ പെട്ടെന്ന് തണുക്കും. അപ്പോൾ ചൂടോടെ വാങ്ങിയപ്പോഴേ കഴിക്കുമായിരുന്നു നല്ലതായിരുന്നു. പക്ഷേ അന്നേരം ഞാൻ കഴിച്ചില്ല. അന്നേരം വേറെ എന്തോ കഴിച്ചത് കാരണം ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? കാലാവസ്ഥയൊക്കെ എങ്ങനെ? ഇവിടെ ഇച്ചിരി വെയിലുണ്ട് കേട്ടോ, മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. എനിക്ക് പതുക്കെ ഒന്ന് കടയിലോട്ട് പോകണം. പിന്നെ ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ഓരോരോ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓർക്കും എന്നാത്തിനാ പോയി ഇതൊക്കെ നിർത്തിയേക്കാം, ഒരു മൂടും തോന്നത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിടാനായിട്ട് നിർത്തിയേക്കാമെന്ന് വിചാരിക്കും. അന്നേരം ഒരു സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്യുമ്പോൾ ഓർക്കും, ഓ എന്നാൽ ഇനിയും എന്തെങ്കിലും ചെയ്യുന്നത് എടുത്തിട്ടേക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണ്, വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ അങ്ങ് എന്തെങ്കിലും വീഡിയോ ഇടണമെന്ന് തോന്നും, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതെടുത്ത് അങ്ങ് ഇടും. ഏതായാലും ഇങ്ങനെയൊക്കെ പോട്ടല്ലേ, ഇതൊക്കെയല്ലേ എൻ്റെ സന്തോഷങ്ങൾ. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ പറ്റുന്നിടത്തോളമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പോകാം അല്ലേ. അപ്പോൾ ഞാൻ പുട്ടും മുട്ടയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതാ മുട്ടയുടെ ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് എന്തൊക്കെയാ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മുട്ടക്കറിയൊക്കെ വെക്കാനായിട്ട്. എനിക്ക് 2-3 സാധനങ്ങളൊന്നും ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാനില്ല. ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി ലേറ്റ് ആവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനങ്ങ് റെഡിയാക്കിയത്. പിന്നെ ടൊമാറ്റോ ഇല്ലായിരുന്നു, ഒരു ടൊമാറ്റോ ഒക്കെ ചേർത്താൽ നന്നായിരുന്നു. പക്ഷേ ടൊമാറ്റോയ്ക്ക് പകരം ഞാൻ ഒരു ടൊമാറ്റോ പ്യൂരിയുടെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഞാനിപ്പോൾ നോക്കിയപ്പോൾ അത് ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് നോക്കിയപ്പോഴേക്കും അതിൻ്റെ 2024 ഒക്ടോബർ വരെയൊക്കെ ഉണ്ട് അതിൻ്റെ എക്സ്പയറി. പക്ഷേ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 4 വീക്ക് കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാനത് എടുത്ത് നോക്കിയിട്ട് ഞാനത് ബിന്നിലേക്ക് കളഞ്ഞു. അങ്ങനെയാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ ഇവിടെ ചിലവാകത്തില്ലല്ലോ, പിന്നെ വെറുതെ അതെടുത്ത് കളയേണ്ടി വരും. അത് കാരണം ഞാൻ അങ്ങനെ സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം മേടിക്കാറില്ല. പിന്നെ അത്യാവശ്യമൊന്നും തോന്നിയാൽ പോയി മേടിക്കും. പിന്നെ അത് ഫ്രിഡ്ജിനകത്താണേലും വെച്ചിരുന്നാൽ അത് കേടായി പോകും, നല്ല എക്സ്പയർ ആയി പോകും. പിന്നെ അങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ. ഇതുപോലെ കുഞ്ഞു കുക്കിങ്ങുകളല്ലേ. അതുകൊണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഈ മുട്ടയുടെ ഗ്രേവി ഇതേണ്ട റെഡിയായി. അത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് പറയട്ടെ. ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 2 ഏലയ്ക്ക, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം കൂടെ ഇട്ടു. കറിവേപ്പില ഇട്ടു. പിന്നെ സവോള, ഇഞ്ചി, പിന്നെന്താ വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഇട്ടു. അതും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന്
ചൂടാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ടത് ആ വെള്ളം വറ്റിച്ചെടുത്തിട്ട് കുറേ ഈ പരുവത്തിലാക്കി. പിന്നെ പുട്ടൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി നല്ല കറി വേണമല്ലോ, ഗ്രേവി വേണമല്ലോ. അത് കാരണം ഞാനൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ചേക്കാം. അപ്പം അങ്ങനെ എടുത്ത് നല്ല നല്ല പരുവത്തിലായത് കണ്ട കണ്ട. അപ്പോൾ അങ്ങനെ എടുത്തു. ഇനി നമുക്ക് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുട്ട പുഴുങ്ങിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? അതേ ഒന്ന് വരഞ്ഞ് എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ മസാലയെല്ലാം ഇതിനകത്തോട്ട് പിടിച്ചോളുമല്ലോ. അങ്ങനെ ഇട്ടു. അപ്പോൾ പുട്ടിനൊക്കെ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ നനച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയെല്ലാം ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി പുട്ടും കൂടെ ഉണ്ടാക്കിയാൽ മറന്നുപോയി. ഞാൻ മറ്റേ സാമ്പാർ കൂടെ കഴിച്ചത് തന്നെ പെട്ടെന്ന് ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ കഴിച്ചില്ല. വീണ്ടും മറന്നുപോയി. അപ്പം ആ ഗുളികയും കൂടെ ഒക്കെ ഒന്ന് കഴിക്കണം. ഓക്കെ. അപ്പോൾ കൈ പൊളിപ്പോയി. എന്താണ് ചില സമയത്തൊക്കെ ഇങ്ങനെയാണ്, ഒരു ശ്രദ്ധയില്ലാതെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു 1:30 ആകാറായിട്ടുണ്ട് കേട്ടോ. 1:30 മണി ആകാറായിട്ടുണ്ട്. പക്ഷേ രാവിലെ ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാവിലെ ഞാൻ ആ സാമ്പാർ കൂടെ കഴിച്ചു. പിന്നെ അതുകൊണ്ട് അപ്പം ഉച്ചയ്ക്കത്തേന് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പം പുട്ടും മുട്ടക്കറിയും ഉച്ചയ്ക്കത്തേനാക്കി. അങ്ങനെ അപ്പം നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി വറക്കുന്ന ചൂട് പുട്ട് കണ്ടോ, ഗോതമ്പ് പുട്ട്. അപ്പോൾ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുക. കണ്ടോ, ഗോതമ്പ് പുട്ട്. പിന്നെ നമ്മുടെ മുട്ടക്കറി, പുട്ടും മുട്ടക്കറിയും റെഡി. ഒത്തിരി ചാറൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ മതി. അപ്പോൾ അങ്ങനെ പുട്ടും മുട്ടക്കറിയും നമുക്ക് കഴിക്കാം. അപ്പോൾ ഒരു കുറച്ച് മാവും കൂടെ ഉണ്ട്, പുട്ടുപൊടിയും കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് വെച്ച്, എന്തായാലും ഇത് റെഡിയാക്കിയതല്ലേ കുക്കറ്. അപ്പം അതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ ആ പൊടി അവിടെ ഇരുന്ന് പിന്നെ ഞാൻ അത് എടുത്ത് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും ചിലപ്പം മറന്നു പോകും. അന്നേരം അതെടുത്ത് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതെടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഈ പുട്ട് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് വൈകിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ആവി കയറ്റി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ കഴിക്കാം അല്ലേ. അപ്പം വെറുതെ അത് പോകത്തില്ലല്ലോ. പൊടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറന്നു പോകും. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ആവി വരും. അപ്പോൾ പിന്നെ നമുക്ക് വൈകിട്ട് കഴിക്കാം അല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ വെറുതെ അത് നഷ്ടപ്പെടുത്തി കളയണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുട്ടിൻ്റെ പൊടി അതൊന്ന് തുടച്ചങ്ങോട്ട് മാറ്റി കളഞ്ഞേക്കാം. ഇനി എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട്. സിക്കെടുത്ത് വീട്ടിലിരിക്കുക, എന്നാലും വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അല്ലെങ്കിൽ പിന്നെ ജോലിയൊക്കെ ആണെങ്കിൽ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല. അപ്പോൾ അത് വീട്ടിലിരുന്നാലും ഞാൻ ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ല, മടി കാരണം ഇങ്ങനെ ചെയ്യാതെ ഒക്കെ ഇരിക്കും. പിന്നെ ചിലപ്പോൾ ഒരു മൂഡ് തോന്നിയാൽ അങ്ങോട്ട്
ജോലി തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. അപ്പോൾ നമുക്ക് പുട്ടും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് ഇനിയും ഹൂറ് ചെയ്യണം. ഓക്കെ, ഹൂറ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഈ തുണികളൊക്കെ കഴുകിയിട്ടിട്ട് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. വെയിലില്ലാത്തത് കാരണം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പുറത്തിട്ട് ഉണക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ഈ ക്ലോത്ത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അത് വെയിലുണ്ടെങ്കിലേ ഉള്ള വിൻഡോയിൽ നിന്ന് വെയിലൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് തുണി അങ്ങോട്ട് ഉണങ്ങാത്തുള്ളൂ. ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ അതൊരു വല്ലാത്തൊരു ഇതാണ്. അങ്ങനെ അപ്പോൾ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഉണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെക്കണം. പിന്നെ തുണി കഴുകാനൊന്നുമില്ല കേട്ടോ. തുണിയൊക്കെ എല്ലാം കഴുകിയില്ല, ഇന്നലെ കഴുകിയിട്ട്. പിന്നെ വേറെ എന്താ, ആവിയൊക്കെ വന്നു. അവിടെ ആവി കയറിയത് അവിടെ ഇരിക്കട്ടല്ലേ. അപ്പോൾ കേട്ടോ, ഞാൻ ഒത്തിരി നാൾ കൂടിയിരുന്നു മുട്ടക്കറി വയ്ക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനൊരു ഇഷ്ടം തോന്നും ഉണ്ടാക്കാൻ, വയ്ക്കാം, കഴിക്കാമെന്ന്. ചിലപ്പോൾ മടി കൊണ്ട് വെക്കത്തുമില്ല. നോക്കട്ടെ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഉപ്പാണ് പ്രശ്നം. ഇത് കണ്ടോ, ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. എന്ത് പറയാൻ. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രേവിക്കൊക്കെ നല്ല. ഇനി പുട്ടിനാണോ ഉപ്പ് കൂടുതൽ? പുട്ടും മുട്ടക്കറി എല്ലാം ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. എനിക്ക് വയ്യ. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഇങ്ങനെയാണ്, എന്താണെന്നറിയില്ല. ഈ ഉപ്പ് ഈ തുളയക്കൂടെ കണ്ടോ, ഞാൻ ഇങ്ങനെ അങ്ങ് കുടഞ്ഞിടും. അതൊന്ന് റീഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ പാത്രമുണ്ട്. ഇനി ഞാൻ മേലിൽ ഇത്രയും ഈ ഉപ്പ് വാങ്ങിയില്ല. മറ്റേ എന്താ ഇത് കുപ്പിക്കകത്തുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, അതിൻ്റെ ചെറിയ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ വീഴുകയുള്ളൂ ചെയ്യുള്ളൂ. ഇത് ഞാനിങ്ങനെ അങ്ങോട്ട് കുടഞ്ഞിടും, അതാ കുഴപ്പം. ഇനി ഞാൻ മേല് മേടിക്കത്തില്ല ഇത്രയും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഉപ്പിന് ഇച്ചിരി വിലക്കുറവുമാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് മേടിച്ചത്. എപ്പോഴും ഞാൻ സാധാരണ മറ്റേ കുപ്പിയിലെ ഉപ്പാണ് മേടിക്കാറുള്ളത്. ഇച്ചിരി വ്യത്യാസമൊക്കെ ഉള്ളു, എന്നാലും അത് റീഫില്ല് ചെയ്ത് വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ വെക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവരും ഇപ്പം എത്രയായി? 1:30. ഇവിടെ 1:30 അപ്പോൾ നാട്ടിലൊക്കെ എത്രയായി കാണും? 2:30, 3:30, 4:30, 5:30, 6 മണിയായി. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു. പിന്നെന്താ, ഈ വിളക്കൊക്കെ കൊളുത്തി അല്ലേ, കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പം ഇവിടെ 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇതുവരെ കടയിൽ പോകാനൊന്നും ഒത്തില്ല. ഇനിയും കടയിലൊക്കെ ഒന്ന് പോകണം, ജലദോഷം. അത് ഞാൻ എപ്പോഴും ഇങ്ങനെ മൂക്ക് ഇങ്ങനെ വെക്കുന്ന കേട്ടോ. ഒരു ടിഷ്യൂ എടുക്കട്ടെ. തന്നെയല്ല, അല്ല കറിക്കൊന്നും ആദ്യം എരിവൊന്നുമില്ല കേട്ടോ, കാണുന്നത് പോലുള്ള എരിവില്ല. പക്ഷേ ജലദോഷം കൊണ്ടായിരിക്കും എപ്പോഴും ഈ ചീറ്റിൽ. പിന്നെ വേറെ എന്താണ്, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും വിശേഷങ്ങൾ. ഞാനിങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവരും എന്നെ കളിയാക്കുക. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് വിശേഷം, എന്താണ്, എല്ലാവരും ഒക്കെ പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നതെന്നൊക്കെ. ഞാൻ എന്നെക്കൊണ്ടാവുന്നതല്ലേ എനിക്ക് പറ്റുമല്ലേ.
ഞാൻ പറഞ്ഞു വലിയ എക്സ്പീരിയൻസ് ഉള്ള വലിയ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയത്തില്ല, ഞാനിങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുമല്ലേ. അപ്പം എല്ലാം ഇഷ്ടമുള്ളവരൊക്കെ കാണുക, അല്ലേ, സപ്പോർട്ട് ചെയ്യുക. ഞാനിങ്ങനെ ഇളക്കി 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 വയ്ക്കും. കഷ്ടമായിപ്പോയി. ദാഹിച്ച് മോഹിച്ചൊരു മുട്ടക്കറി വെച്ചതാണ്, പുട്ടും മുട്ടക്കറിയും കഴിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പായിപ്പോയി, പക്ഷേ എന്താ നിവൃത്തിയില്ല കഴിക്കാതെ. എനിക്കാണെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളതാണ്, പ്രഷറൊക്കെ ഉള്ളതാണ്. എന്നാലും ഇങ്ങനെ ഉപ്പൊന്നും കൂടുതൽ കഴിക്കാൻ പറ്റില്ല. എന്നാലും ഇതിപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ. എന്നാണ് ഈയിടെയായിട്ട് എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ പിന്നെ അയ്യോ, പുട്ടുമുട്ടക്കറിയൊക്കെ കണ്ടോ? കണ്ട കഴിക്കാൻ പറ്റുന്നുണ്ടോ ആരെങ്കിലും? പക്ഷേ ആ ദീപയും പിന്നെ വേറെ ആരൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഇപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ലേന്ന്. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ട് അവരാരും കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിത് കഴിക്കട്ടെ. നിങ്ങളൊക്കെ വിളക്ക് കൊളുത്തി എല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേ. എനിക്ക് വേണ്ടിയിട്ടൂടെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്, നന്ദി. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പെട്ടെന്നൊരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നെങ്കിൽ, അല്ല 1000 വേണ്ട, ഒരു 500 ആയാൽ മതിയായിരുന്നു പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 11 മണിയാകുന്നു. ഞാൻ ഇപ്പോഴാണ് രാവിലത്തെ പരിപാടികളെല്ലാം തുടങ്ങാൻ പോകുന്നത്. രാവിലെ ബ്രഷ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ പതുക്കെ തുടങ്ങാമെന്ന് വിചാരിച്ച്. കാരണം നല്ല സുഖമില്ല. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലും ജോലിക്ക് പോയില്ല, ഈ ആഴ്ചയിലും ജോലിക്ക് പോയില്ല. പിന്നെ എന്താ പറയുക, സിക്ക് എടുത്തു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റൊരു ചായയൊക്കെ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം ചായ ഞാൻ എപ്പോഴും ഇങ്ങനെ സമയമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് ചായ കുടിക്കുന്നത്, ഇങ്ങനെ എപ്പോഴും സമയമൊക്കെ ഉള്ളപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, കുറച്ച് ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിടും. വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇഞ്ചി ഇടും, പിന്നെ ഒരു 2 ഏലക്ക ഇങ്ങനെ പൊടിച്ചിടും. 2 ഏലക്കായും കൂടെ അതിനകത്തേക്ക് പൊടിച്ചിടും. 2 3 ആയാലും എത്രയായാലും ഏലക്കയുടെ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. ഞാൻ കുറച്ച് കൂടുതൽ ആണേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതങ്ങോട്ട് പൊടിച്ചിടുവേ. അപ്പം പെട്ടെന്ന് അതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങിക്കോളുമല്ലോ. അതെ, ഇങ്ങനെ പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, വേണമെങ്കിൽ ഒരു മസാല ടീക്ക് എന്താ ഇതിനകത്ത് മറ്റേ അജ്വാനോ, അല്ലെങ്കിൽ അജ്വാൻ എന്ന് പറഞ്ഞാൽ ഈ അയമോദകം അറിയാലോ, അപ്പോൾ അതോ, അല്ലെങ്കിൽ ചിലപ്പം പെരിഞ്ജീരകമായിരിക്കും ഇടുന്നത്. പിന്നെ ചിലപ്പോൾ ഒരു കറുവപ്പട്ടയുടെ ഒരു പീസ് ഇടും.
അങ്ങനെയൊക്കെ അതൊക്കെ നല്ലതാണ്. നല്ല ടീ അതൊക്കെ ഇട്ടുന്ന നിങ്ങളൊക്കെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത് ഒക്കെ നല്ല ഈ അജ്വാൻ എന്ന് പറഞ്ഞാൽ അയമോദകം നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ലതാണ്. കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ വയറ്റിൽ നിന്നൊക്കെ പോവാതിരിക്കത്തില്ലേ, അപ്പോൾ ഇതുപോലത്തെ ഇച്ചിരി അതിട്ട് അയമോദകം ഇട്ട് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ടീ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ നല്ലതാണ്. പിന്നെ ഫുഡിൻ്റെയൊക്കെ കൂടെ അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞാൻ രാവിലെ എനിക്ക് അങ്ങനെ ഞാൻ നേരത്തെ മുൻകൂട്ടിയൊന്നും കരുതി വെക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിലും രാവിലെ ഞാനൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എന്താ തോന്നുന്നത്, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദോശമാവോ ഇഡ്ഡലി മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ രാവിലെ അത് വെച്ചിട്ട് ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ചിലപ്പോഴാണെങ്കിൽ ഞാൻ കറി ഒന്നും ഉണ്ടാക്കത്തില്ല. അന്നേരം കറിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയവും സാവകാശമൊന്നുമില്ല. വിശന്ന് വരുമ്പോഴായിരിക്കും ഞാൻ അയ്യോ എന്താ കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പം ചായ ഇട്ടിട്ട് ഇന്നെന്തായാലും ഞാൻ ഓർത്ത് ഇപ്പോൾ 11 മണിയാകുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ ഒരു മുട്ടക്കറി അങ്ങോട്ട് വെച്ചാലോ എന്ന് വിചാരിച്ചു. മുട്ടക്കറിയും പിന്നെ പുട്ട്, ഈ ഗോതമ്പിൻ്റെ പുട്ടുണ്ടല്ലോ, അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചു. ചായയുടെ ഇത് മസാലയൊക്കെ ഇങ്ങനെ തിളയ്ക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു രാവിലെ ഇങ്ങനത്തെ ഒരു ചായ കുടിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. നല്ല ഉന്മേഷവും എനർജിയും ഉത്സാഹവും ഒക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു ചായ കുടിച്ചാൽ. പിന്നെ ഏതായാലും സമയം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആ ടീ അത് തിളച്ച് കുറച്ചൊന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഒരു 5 മിനിറ്റ് തിളയ്ക്കട്ടെ. ഏകദേശം 2-3 മിനിറ്റായി ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഏലക്കയും ഇഞ്ചി ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു ടീ ബാഗ് ഇടാം. കടുപ്പം വേണമെങ്കിൽ 2 ടീ ബാഗ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. എനിക്കിങ്ങനത് ടീ ബാഗാണ് ഉള്ളത്, അതുകൊണ്ട് 2 വേണമെങ്കിൽ. ഞാൻ ചിലപ്പോഴാണെങ്കിൽ ഇങ്ങനെ വെച്ചുണ്ടാക്കുന്നതാണ് ഞാൻ കുറച്ച് കൂടുതൽ ചായ ഉണ്ടാക്കും, എന്നിട്ട് അതിരുന്നുകൊണ്ട് കുടിക്കും. പിന്നെ വിശപ്പിന് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി കടുപ്പത്തിൽ വേണമെങ്കിൽ ഒരു ടീ ബാഗ് കൂടെ ഇട്ടേക്കാം അല്ലേ, അപ്പോൾ നല്ല കടുപ്പം കിട്ടും. ഞാൻ ഓർത്ത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഈ സാമ്പാർ വട. അപ്പോൾ തൽക്കാലം അത് കഴിക്കാം അല്ലേ. രാവിലെ വിശക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കണം. അപ്പം രാവിലെ ഇതൊന്ന് കഴിച്ചിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി പരിപാടിയല്ലേ. അന്നേരം പിന്നെ ഇത് മുട്ടക്കറിയൊക്കെ റെഡിയായി വരുമ്പോഴേക്കും പതുക്കെ കഴിച്ചാൽ മതിയല്ലോ അല്ലേ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് ഇതുണ്ടോ, നല്ല ഡേറ്റ്സ് ഉണ്ടോ, കണ്ടോ, ഈ ഒരു ഡേറ്റ്സും കൂടെ കഴിക്കാം. എന്നിട്ട് ഈ സാമ്പാർ വടയും കൂടെ കഴിക്കാം അല്ലേ.